ഹായ്, എല്ലാവർക്കും പ്രിയാസ് ഡിലൈറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഓവനും ബീറ്ററും അതേപോലെ തന്നെ മിക്സിയും ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണം, അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നോക്കാം. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, പാൽപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ പഞ്ചസാര പൊടിച്ചത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. മുട്ട 3 എണ്ണം. മുട്ട ഫ്രിഡ്ജിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കണം. പാല് 4 ടേബിൾ സ്പൂൺ, എണ്ണയും 4 ടേബിൾ സ്പൂൺ. എണ്ണ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. റിഫൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും എണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് വാനില എസൻസ്, അത് 1 ടീസ്പൂൺ. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കേക്ക് ടിന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കേക്ക് ടിന്ന് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഓയിൽ ഒന്ന് തടവി കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല. നമ്മൾ ഓയിലെല്ലാം നന്നായിട്ട് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് വേവിക്കാനുള്ള പാത്രം റെഡിയാക്കി വയ്ക്കണം. അപ്പോൾ ഞാൻ ഇതേമാതിരി നല്ല ഹൈറ്റുള്ള അടികട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തേക്കണത്. ഇതിലേക്ക് ഒരു തട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ഒരു തട്ടുണ്ടല്ലോ, അതാണ് വെച്ചേക്കണത്. ഒരിക്കലും ഡയറക്റ്റ് ഈ പാത്രത്തിലേക്ക് കേക്കിൻ്റെ ടിന്ന് ഇട്ട് വേവിക്കാൻ പാടില്ല. പിന്നെ ചിലവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉപ്പൊക്കെ ഇട്ട് വേവിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഇടാറില്ല. അല്ലാണ്ട് തന്നെ എനിക്ക് കേക്ക് നന്നായിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രം മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. ഈ പാത്രം ചൂടാകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഇനി നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. ഇതിൽ നനവൊന്നും പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരു അരിപ്പ വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ 1 കപ്പ് മൈദ ഇടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നമ്മളെടുത്ത് വെച്ച പാൽപ്പൊടി ഇടണം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ലാസ്റ്റായിട്ട് 1 നുള്ളു ഉപ്പും കൂടി ഇടണം. ഇനി ഇത്രയും നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ വേറൊരു ബൗൾ എടുത്തേച്ചും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുട്ട മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചേർക്കുന്ന പഞ്ചസാര എന്തായാലും പൊടിച്ചിട്ട് ചേർക്കാവൂ, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അലിയില്ല. ഓക്കെ, ഇത് മതി. അധികം നേരമൊന്നും ഇട്ട് അടിക്കണ്ട. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കുക. ആ പഞ്ചസാര മുട്ടയായിട്ട് നന്നായിട്ടൊന്ന് യോജിക്കണം, അത്രയേ ഉള്ളൂ. ഇതിപ്പം ആയിട്ടിട്ട് ഇനി ഇതിലേക്ക്
നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് പാല് ചേർക്കാം. ഇതും നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഓക്കെ, ഇനി നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിയുടെ മിക്സാണ്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് കുറച്ചായിട്ടിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഒരു 3-4 ബാച്ചായിട്ട് ഇടാൻ പറയണത്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ ഇളക്കി നോക്കുമ്പം ഇങ്ങനെ മിക്സ് ആവാണ്ട് കിടക്കുന്ന എന്തെങ്കിലും പൊടി കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ടെല്ലാം യോജിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളിത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ഞാനിങ്ങനെ വിശദമായിട്ട് പറയണത് കേക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വട്ടം ബനാന ബ്രെഡിൻ്റെ റെസിപ്പി ഇട്ടപ്പം കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു ഓവനില്ലാണ്ട് അടുപ്പത്ത് വെച്ചത് എങ്ങനെ ഉണ്ടാക്കണേന്നൊന്ന് കാണിച്ചു തരാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിൻ എടുത്ത് ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കേക്ക് ടിനെ ജസ്റ്റ് ഒന്ന് 2-3 വട്ടം ടാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെക്കണം. കേക്ക് ടിന്നിൻ്റെ 3/4 ഭാഗത്തോളം മാത്രമേ മാവ് വരാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് വെന്ത് വരുമ്പോഴത്തേനും പുറത്തേക്ക് ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൻ്റെ തീ എപ്പോഴും സിമ്മിൽ വെച്ച് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അടി കരിഞ്ഞു പോകും. കേക്ക് വെന്തോന്ന് അറിയാൻ കുറച്ച് കഴിയുമ്പം നമ്മളിത് തുറന്ന് നോക്കാൻ പാടില്ല. അങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് കുഴിഞ്ഞു പോകും, പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഏത് കേക്ക് വേവിക്കാൻ വെച്ചാലും നമ്മളൊരു 25 മിനിറ്റെങ്കിലും കഴിയാതെ അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കേക്ക് കുഴിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റോളം വേണ്ടി വരും നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 45 മിനിറ്റാണ് എടുത്തത് വേവാനായിട്ട്. ഈ ബട്ടർ പേപ്പർ ഇനി ഒന്ന് മാറ്റാം. ഇത് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് മുറിക്കുമ്പം സൂക്ഷിച്ച് മുറിച്ചില്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി പോവും. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. നല്ല മോയിസ്റ്റാണ്, ഇത് നല്ല സോഫ്റ്റാണ്, കണ്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും പാടില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.